കുവൈറ്റിലെ മണലാരണ്യത്തിലേക്ക് പ്രവാസിയായി ഒരുപാട് സ്വപ്നം പേറിപ്പോയവർ ഒടുവിൽ മടക്കയാത്ര പൂർത്തിയാക്കി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തിരിച്ചിറങ്ങി. ദേ ഇങ്ങനെ. രാവിലെ 10:30 വ്യോമസേനയുടെ പ്രത്യേക വിമാനം നെടുമ്പാശ്ശേരിയിലെത്തിയത്. ആ 24 പേരുടെ അവസാനത്തെ മടങ്ങി വരവായിരുന്നു അത്. പിന്നെ കണ്ടത് വാക്കുകൾക്ക് വിവരിക്കാനാകാത്ത കാര്യങ്ങളാണ്. നിരനിരയായി അവർ ഓരോരുത്തരും വന്നു. ഇനിയൊരു തിരിച്ചുപോക്കലില്ല. നേരത്തെ ഇതേ എയർപോർട്ടിലൂടെ സ്വയമേ നടന്നു നീങ്ങിയവർ ഇന്ന് കേവലം ഒരു തടിക്കൂട്ടിൽ ആരൊക്കെയോ വഹിച്ചു കൊണ്ടുവരുന്നു. നിരനിരയായി അവർ കിടന്നു. കേരളത്തിന്റെ പ്രതിനിധികൾ അത് ഏറ്റുവാങ്ങി. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവർക്ക് അവസാന യാത്രയയപ്പ് നൽകി. ഇനി ഈ എയർപോർട്ടിലേക്ക് ഒരു മടങ്ങിവരവില്ല എന്ന യാഥാർത്ഥ്യത്തോടെ നിരനിരയായി ഓരോ ആംബുലൻസിലേക്ക് അവരവരുടെ വീടുകളിലേക്ക് അവസാനമായി അവർ യാത്ര തിരിച്ചു. കണ്ണ് നിറയാതെ കരൾ പിളർക്കാതെ ആ ദൃശ്യങ്ങൾ ഇന്ന് നെടുമ്പാശ്ശേരിയിൽ ആർക്കും കണ്ടു നിൽക്കാനാകില്ല. അത്രമാത്രം ഹൃദയഭേദകമായ കാഴ്ച. 24 കുടുംബങ്ങൾ സ്വന്തം സ്വപ്നവും കൂടെ കൂട്ടിയവരുടെ സ്വപ്നവും നിറവേറ്റാൻ വേണ്ടി പോയവരാണ്. പെട്ടികൾ നിറയെ ചോക്ലേറ്റും സമ്മാനങ്ങളുമായി വരേണ്ടവർ ഒരു പെട്ടിയിലായി മടങ്ങി വരുന്ന കാഴ്ച എങ്ങനെ താങ്ങുമവർ? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അവരുടെ സങ്കടങ്ങൾക്കൊപ്പം നിൽക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാം? അലമുറയിട്ട് കരയുന്നുണ്ട്. ചില ദൃശ്യങ്ങൾ എയർപോർട്ടിലും കണ്ടു. ആ ദൃശ്യങ്ങൾ ഒരു പക്ഷേ ഹൃദയമുണ്ടെങ്കിൽ കണ്ടു നിൽക്കാനാകില്ല. ഇന്നലകളിൽ പ്രതീക്ഷയുടെ ഭാരം പേറിപ്പോയവർ കേവലം ഒരു പെട്ടിയിൽ, അതും രൂപം പോലുമില്ലാതെ മടങ്ങി വരുന്നു എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ വീട്ടിലെങ്ങാനുമാണെങ്കിൽ ചിന്തിച്ചാൽ പോലും ചിലപ്പോൾ ഹൃദയം തകർന്നു പോകും. എന്നിരുന്നാലും ഈ കാലവും കടന്നു പോകും. അവർക്ക് ഈ നഷ്ടപ്പെടലിനെ അതിജീവിച്ച് സ്വാഭാവിക ജീവിതത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വലിയ വെല്ലുവിളി തന്നെയാണ്. പക്ഷേ വന്നല്ലേ മതിയാവും. അവരുടെ ഹൃദയം പിളരുന്ന വേദനയ്ക്കൊപ്പം നിൽക്കുക എന്നതാണ്. ഈ നാട് ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുക എന്നതാണ്. അത് ചെയ്യാൻ നമുക്കെല്ലാവർക്കും ഒരുമിക്കാം.